ഹായ് എവ്രിവൺ, ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു സൂപ്പർ ഹെൽത്തി ജ്യൂസാണ്. വേറെ 7 ദിവസം തുടർച്ചയായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിലും ബോഡിയിലും ഒക്കെ നല്ലൊരു വിസിബിൾ ആയിട്ടുള്ള ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുന്ന ഈ ഒരു ജ്യൂസിന് എന്തൊക്കെയാണ് വേണ്ടുള്ളതെന്ന് നോക്കാം. മീഡിയം സൈസിലുള്ള ഒരു 4 ക്യാരറ്റ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം തിന്നായിട്ട് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഒരു 10ഓളം ഡേറ്റ്സ് അല്പം വെള്ളത്തിലേക്ക് ഒരു അരമണിക്കൂർ കുതിർക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അതുപോലെ തന്നെ ഒരു 1/2 കപ്പോളം പാലും ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ഒരു ജ്യൂസ് ഡെയിലി എംപ്റ്റി സ്റ്റമക്കിൽ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ബോഡിക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു എനർജി ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ കളറൊക്കെ നന്നായിട്ട് ഇമ്പ്രൂവ് ആവാനും ഐ സൈറ്റ്സും മെച്ചപ്പെടാനും ഉപകാരപ്പെടും. അരമണിക്കൂർ കുതിർത്തതിന് ശേഷം ഡേറ്റ്സിലെ കുരുവൊക്കെ കളഞ്ഞെടുക്കാം. ക്യാരറ്റ് ഇതുപോലെ അരിഞ്ഞെടുത്തതിന് ശേഷം കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം അരച്ചെടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അരിഞ്ഞു കിട്ടും. ക്യാരറ്റ് കുതിർത്ത് വെച്ചിരുന്ന ആ വെള്ളവും കൂടെ ജ്യൂസിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതാണ്. നാച്ചുറൽ അയൺ സോഴ്സ് ആയിട്ടുള്ള ഡേറ്റ്സ് ഡെയിലി കഴിക്കുന്നത് ഹീമോഗ്ലോബിൻ ഇൻക്രീസ് ചെയ്യാനും അതുപോലെ തന്നെ വീക്ക്നെസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാനും എസ്പെഷ്യലി ലേഡീസിന് വളരെ നല്ലതാണ്. മധുരത്തിന് വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് പഞ്ചസാരയൊന്നും ചേർക്കുന്നില്ല, ഡേറ്റ്സ് ആണ് ചേർത്തിട്ടുള്ളത്. മധുരം അല്പം കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഡേറ്റ്സ് 3-4 കൂടുതലായിട്ട് എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഹണി ചേർത്താലും മതിയാവും. വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ പാലിന് പകരം വെള്ളം ചേർത്താലും മതിയാവും. ഞാനിതിപ്പോൾ ഒരു 1/2 കപ്പോളം പാലാണ് എടുത്തിട്ടുള്ളത്. ആദ്യം ഇത് നന്നായിട്ടൊന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടുള്ള പാല് മാത്രം ചേർത്താൽ മതിയാവും. ഡേറ്റ്സും ക്യാരറ്റും ഒക്കെ നല്ല പേസ്റ്റ് പോലെ അരിഞ്ഞതിന് ശേഷം മാത്രം ബാലൻസ് ഉള്ള പാല് ഇതിലേക്ക് ചേർത്ത് ഒന്നുകൂടെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഈ സമയം തന്നെ ഞാനൊരു 2 ടേബിൾ സ്പൂൺ ചിയ സീഡ് കുതിർക്കാനായിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം നന്നായിട്ട് തന്നെ അത് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. പഞ്ചസാരയൊന്നും ഒട്ടും തന്നെ ചേർക്കാതെ നാച്ചുറൽ ആയിട്ടുള്ള സ്വീറ്റ്നറായ ഡേറ്റ്സ് ചേർത്ത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസ് ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരുപാട് ഹെൽത്തി റെസിപ്പീസിൻ്റെ വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഒരു ഇമോജി എങ്കിലും കമൻറ്റ് ചെയ്യാനും മറന്നു പോവല്ലേ. നമ്മുടെ ഡേറ്റ്സ് ക്യാരറ്റ് മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കാനും മറന്നു പോവല്ലേ. അപ്പം നെക്സ്റ്റ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരയ്ക്കും. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺ മൈ ചാനൽ.